നമസ്കാരം. നാളെ ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ്, ശനിയാഴ്ച ദിവസം. നാളത്തെ ദിവസം 18 നക്ഷത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചില കാര്യങ്ങളും ചെയ്യേണ്ട ചെറിയ പരിഹാരങ്ങളുമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഒരു മാറ്റത്തിൻ്റെ സമയമാകുന്ന, അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാകുന്ന ആ 18 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് ഒരു പഴയകാല സുഹൃത്തിനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടാൻ അവസരമുണ്ടാവുകയും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യാശ ഉണ്ടാവുകയും, അതായത് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ആകെ ഒരു താളം തെറ്റിയ അവസ്ഥയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ, ചില അഭിപ്രായങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താനും ആ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോയാൽ ജീവിത വിജയത്തിലേക്ക് എത്താൻ സാധ്യമാകുന്ന ഒരു ഭാഗ്യത്തിൻ്റെ ദിനമായിരിക്കും നാളെ. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് കുറച്ച് പണമൊക്കെ ചിലവാകേണ്ടതായ അവസ്ഥ കൂടി നാളത്തെ ദിവസം വന്നു ചേരും. അപ്പോൾ ദൂരേക്ക് നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നാളത്തെ ദിവസം അവരുടെ ആവശ്യത്തിനായി ധനം അല്പം അയച്ചു കൊടുക്കേണ്ടതായ അവസ്ഥയൊക്കെ വന്നു ചേരും. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിനാണ്, അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നാളത്തെ ദിവസം അല്പം അതുമായി ബന്ധപ്പെട്ട് അധിക ധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എത്തുകയും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കായി പോകേണ്ടതായ അവസ്ഥയൊക്കെ വന്നു ചേരുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും പ്രണയബന്ധത്തിൽ അല്പം വിഷമങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിഷമം എന്ന് ഉദ്ദേശിച്ച് ചിലപ്പോൾ നിങ്ങൾ അല്പനേരം പിണങ്ങിയൊക്കെ ഇരിക്കുകയും ആ പിണക്ക് അല്പം നീണ്ടുപോകാനൊക്കെയുള്ളൊരു സാധ്യതയൊക്കെയാണ്. കൂടാതെ ദമ്പതികൾക്കിടയിൽ ഐക്യം വന്നു ചേരുന്ന ഒരു ദിനം കൂടിയാണ്. ഒരുപാട് നാളുകളായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് രമ്യതയിലാകാനും നാളത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള സ്ഥലദൈവത്തിന് പഞ്ചസാര, കൽക്കണ്ടം, അങ്ങനെയുള്ള മധുര വസ്തുക്കൾ, അതായത് അല്ലെങ്കിൽ ഒരു പായസം വയ്ക്കുന്നതിന് ആവശ്യമായ അരി, ശർക്കര, ഉണക്കമുന്തിരി, നെയ്യ് തുടങ്ങിയ സാധനങ്ങൾ ഇതിലേതെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഇതൊന്നും വരുന്നില്ല, പാല് മാത്രമായിട്ടും സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കൽക്കണ്ടം, പഞ്ചസാര, ഇതിലേതും നിങ്ങളുടെ ശക്തിക്കൊത്ത വഴിപാട് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നമ്മുടെ ശക്തിക്കൊത്ത കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇങ്ങനെ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ പഞ്ചസാരയായിട്ട് മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ പാല്, ഇതിലെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ശക്തിക്കൊത്ത കാര്യങ്ങൾ. ഇതിലൂടെ എന്താണ് മാറ്റം വരുന്നതെന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ ഈ ഇടയായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ, അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്ക്, പ്രശ്നങ്ങൾ, തർക്കങ്ങളിലേക്ക് പോകുന്ന ആ അവസ്ഥ മാറി ശാന്തവും സൗമ്യവുമായി ഏവർക്കും പരസ്പരം സഹവർത്തിത്വത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് ഇതുവഴി സാധ്യമാകുന്നതാണ്. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് സാമ്പത്തികമായ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന ദിവസമായിരിക്കും നാളത്തേത്. കഠിനാധ്വാനം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. കാരണം എന്തെന്നാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം അത് നിലനിൽക്കുന്നത് നിങ്ങളിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ ഓർത്തും മടി പിടിച്ചിരിക്കേണ്ട, എന്നെക്കൊണ്ട് അത് സാധ്യമാവുകയില്ല എന്ന ചിന്തയിലിരിക്കാതെ കഠിനമായി അധ്വാനിച്ച് ധൈര്യമായി പൊയ്ക്കൊള്ളുക മുന്നോട്ട്. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ വീട്ടിലേക്ക് വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ കടന്നു വരാനുള്ള ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തേത്. ഗൃഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ സ്വന്തം പങ്കാളിയുടെ മേൽ പഴി ചാരുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നാളത്തെ ദിവസമെന്നല്ല, തുടർന്നുള്ള സമയങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് അവൾ നിമിത്തമാണ് അല്ലെങ്കിൽ അവൻ നിമിത്തമാണ് എന്ന് സ്വന്തം പങ്കാളിയുടെ മേൽ പഴി ചാരുന്ന ഒരു സ്വഭാവം അത്ര നല്ലതല്ല. അത് ഒഴിവാക്കേണ്ടത് ദൃഢമായ ഒരു ബന്ധത്തിന് വളരെയധികം അത്യാവശ്യമാണ്. കൂടാതെ നിങ്ങൾ മനസ്സിനെ എപ്പോഴും ശാന്തമായി വെക്കാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കുക. ചെറിയ ചെറിയ ലൈറ്റ് മ്യൂസിക്കുകളൊക്കെ കേൾക്കുമ്പോഴും മനസ്സിന് വളരെയധികം സമാധാനവും ശാന്തതയും വരും. അതിനൊക്കെ അപ്പുറം അല്പം യോഗയും ധ്യാനവും ഒക്കെ പഠിക്കാമെങ്കിലും വളരെയധികം ഉത്തമമാണ്. അതിനെല്ലാം അപ്പുറമായിട്ട് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് പഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. മനസ്സിൽ നിന്ന് നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ പുറത്തുപോയി പോസിറ്റീവ് ഊർജ്ജം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നതിന് അത് തന്നെ ഒരു പ്രകാശമായ ഒരു ദീപമായി നിൽക്കുന്നതാണ്. ഒന്നിനോടും അമിതമായ ഒരു താല്പര്യവും അത്യാർത്തിയും പാടില്ല, പ്രത്യേകിച്ച് നാളത്തെ ദിവസം. എല്ലാം ലൈറ്റായിട്ടല്ല, അതായത് ഒന്നും കൂടുതലായി വേണം എന്നൊരാഗ്രഹം ചിലപ്പോൾ അധികമായാൽ അമൃതം വിഷമാകുന്നൊരവസ്ഥയിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, വളരെയധികം നേട്ടവും ഭാഗ്യവും തരണം. എന്നാൽ ഒന്നിനോടും അമിതമായ അത്യാർത്തിയോ ഒന്നിനോടും അമിതമായ ദേഷ്യമോ കോപമോ ഒന്നും നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. എല്ലാം ഒന്ന് ക്ഷമിച്ച് കണ്ട് മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ അതുവഴി നിങ്ങളിൽ തേടിയെത്തും. നിങ്ങളുടെ ഐശ്വര്യമാണ് നിങ്ങളുടെ കുടുംബത്തിലേക്കും വളരെയധികം നേട്ടവും ഭാഗ്യവുമായി മാറുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക.
ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നി രാശിക്കാരായ ആളുകൾക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ നിമിത്തം ചില പ്രധാന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടതായി വരും. അതായത് നാളത്തെ ദിവസം അല്പ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു കാലുവേദനയായാലും മതി, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിമിത്തം പ്രധാനമായി പോകേണ്ടതായ ചില കാര്യങ്ങളൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം. സാമ്പത്തികമായി ഒരു മാറ്റത്തിൻ്റെ ദിനമായിരിക്കും. വളരെയധികം സാമ്പത്തിക മാറ്റം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. ചില സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ നടത്തേണ്ടതായി വരുന്ന ഒരു ദിവസം കൂടിയാണ്. നിലവിൽ ഇപ്പോൾ നിങ്ങളെ വലച്ചുകൊണ്ടിരുന്ന ഒരു കടത്തിൽ നിന്ന് മുക്തനാകുവാനായി നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. നാളത്തെ ദിവസം കയ്യിലേക്ക് കുറച്ച് ധനം വരികയും നിലവിൽ ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ വലിയ പ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദിനമായിരിക്കും നാളത്തേത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുമായി ചെറിയ ചില വാക്കുതർക്കങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായി ശ്രമിക്കുക. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളോട് പ്രത്യേകിച്ച്, കാരണം നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതൊരു മുറിവായി മാറുകയും പിന്നെ ആ ഒരു ബന്ധം വീണ്ടും പഴയതുപോലെ കൊണ്ടുവരാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഭാവിയെക്കുറിച്ച് മികച്ച കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാനും നാളത്തെ ദിവസം ഒരു വഴി വന്നു ചേരുന്നതാണ്, അല്ലെങ്കിൽ വഴി ഒരുങ്ങുന്ന ഒരു ദിവസമാണ്. ഒരു മാറ്റത്തിൻ്റെ സുദിനം കൂടിയായിരിക്കും നാളത്തേത്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ സ്വയം മനസ്സിലാക്കി തീരുമാനമെടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ സാക്രിഫൈസ് ചെയ്യാൻ കൂടുതൽ പോകാതിരിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാണ്, കുറച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും നിങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതായത് ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്ന ഒരു പ്രകൃതം നിങ്ങൾ കാണിക്കാറുണ്ട്. അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളും ചിലപ്പോഴൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം നഷ്ടത്തെ ലാഭമാക്കി മാറ്റുവാൻ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് തന്നെ ചില പദ്ധതികളൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തേത്. അപ്പോൾ ദൈവാധീനം ഉള്ളതിനാൽ തന്നെയാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള ചില വഴികൾ, അതായത് നമ്മൾ ആകെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ചില വഴികൾ ഭഗവാൻ കാട്ടിത്തരുന്ന ദൈവാധീനം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചില വ്യക്തികളെ നമ്മുടെ മുന്നിലേക്ക് സഹായവുമായി വരുന്നത്. ധനമായിട്ടായിരിക്കില്ല, ചിലപ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന ചില വാക്കുകളായിരിക്കും നമ്മുടെ ജീവിതത്തിനൊരു ഊർജ്ജമായി മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ വഴിയൊരുക്കുന്ന ഒരു ദിവസമാണ്. ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനെക്കുറിച്ച് അല്പം ചർച്ചകളൊക്കെ വേണ്ടി വരുന്ന ഒരു ദിവസമാണ്. കൂടാതെ നിങ്ങളും അല്പം സമയം ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനൊക്കെ മാറ്റി വെക്കുകയും ചെയ്യും. കാരണം ഓണമൊക്കെ വരികയാണ്. നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ നാളെ ഗൃഹത്തിൽ ചെയ്യേണ്ടതായി വരുന്ന സന്ദർഭവും വന്നു ചേരും. സമയം അത് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ഏവർക്കും അറിയുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾ കൂടി ഒന്ന് ഓർക്കുക. അത് എപ്പോഴും മനസ്സിൽ ഓർക്കുക. നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും തന്നെ തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കും, പ്രത്യേകിച്ച് സമയത്തിൻ്റെ കാര്യം. അതുകൊണ്ട് നഷ്ടപ്പെടുത്തുന്ന സമയങ്ങൾ അത് തിരിച്ചു കിട്ടില്ല എന്ന ഒരു ബോധ്യം കൂടി വെച്ച് സമയം കൃത്യമായി അതിനെ കൈകാര്യം ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം. നല്ല ഭക്ഷണം കഴിക്കാനും അത് ആസ്വദിക്കാനുമുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നല്ലതായ ഭക്ഷണം കഴിക്കാനും മനസ്സിനിണങ്ങുന്ന ഭക്ഷണം കഴിക്കാനും മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ആസ്വദിച്ച് കഴിക്കുക എന്നതൊക്കെ ഒരു വളരെ വലിയ ഭാഗ്യമാണ്. എല്ലായ്പ്പോഴും അത് ലഭിക്കണമെന്നുമില്ല. നാളത്തെ ദിവസം നിങ്ങൾക്കതിനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ദുർഗാമന്ത്രം ജപിക്കുന്നതും അടുത്ത് ദുർഗാദേവി ക്ഷേത്രം ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയായി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം മാറ്റം ഉണ്ടാകുന്നതിന് സഹായിക്കുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്ക് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു ദിനമാണ്. പല രീതിയിൽ പല ആളുകൾ നമ്മളെ ക്ഷമയെ തകർക്കാനായി ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ക്ഷമയോടുകൂടി വേണം നാളത്തെ ദിവസം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട്. ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കയ്യിലേക്ക് അല്പം ധനമൊക്കെ നാളത്തെ ദിവസം വന്നു ചേരും. കുടുംബത്തിലേക്ക് ഐശ്വര്യം വന്നു ചേരുന്ന ഒരു ദിനം കൂടിയാണ്. അപ്പോൾ അനാവശ്യ തർക്കങ്ങളിലൊന്നും ചെന്ന് ഏർപ്പെടാതിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. കുടുംബത്തിൽ ഒരു സമാധാനം സന്തോഷമൊക്കെ നിലനിൽക്കുന്ന സമയമാണെങ്കിൽ പോലും പുറത്തുള്ള ആളുകളുമായിട്ട് ചിലപ്പോൾ തമാശയിൽ പറഞ്ഞ് തുടങ്ങുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ തർക്കത്തിലേക്കൊക്കെ പോകാൻ വഴിയൊരുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാളത്തെ ദിവസം മാതാപിതാക്കൾക്ക് വേണ്ടി ചില ഇഷ്ട ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് അപ്രതീക്ഷിതമായി അവർക്ക് വാങ്ങിക്കൊടുക്കാൻ അവരിഷ്ടപ്പെടുന്ന ഒരുപാട് നാളുകൊണ്ട് കഴിക്കണമെന്ന്
അവരാഗ്രഹിച്ചിരുന്ന ഭക്ഷണം അപ്രതീക്ഷിതമായി അവരുടെ മുന്നിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കുകയും അതുവഴിയും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. പങ്കാളിയോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കാനും നിങ്ങൾക്ക് നാളത്തെ ദിവസം സാധിക്കും. നിങ്ങൾ നാളത്തെ ദിവസം അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിച്ച് അമ്മ മഹാമായയോട് ഇഷ്ടങ്ങളും അതേപോലെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായ സന്തോഷങ്ങളും ഒക്കെ പറയേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നിങ്ങൾ ഒറ്റയ്ക്ക് പോയി നടത്തിയാൽ പോരാ, നിങ്ങളുടെ പങ്കാളിയുമായിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്തുവാനായിട്ട്. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാർക്ക് ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആരും കൂടെയില്ല, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചിന്തയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ധൈര്യമാണ്, നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് തുണയായിട്ടുള്ളത്. അതിനെ മുന്നോട്ട് പിടിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ താനെ ഒഴിയുന്ന ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. അല്ലെങ്കിൽ നാളെ അതിനുള്ള ചില മാർഗങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കാട്ടിത്തരുന്ന ഒരു ദിവസമാണത്. നാളത്തെ ദിവസം മുതൽ എന്തെങ്കിലുമൊക്കെ ദുശ്ശീലങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടൊരു ശ്രമം തുടങ്ങുക. നാളത്തെ ദിവസം കൊണ്ട് അത് പെട്ടെന്ന് മാറ്റാനൊന്നും സാധ്യമാവുകയില്ല എങ്കിൽ പോലും നാളത്തെ ദിവസം അതിനൊരു തുടക്കമാവുക. ചില ദുശ്ശീലങ്ങളായിരിക്കും നമ്മളെ ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക പരാധീനതയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ദുശ്ശീലത്തെ ഒഴിവാക്കിയാൽ മാത്രമേ ഇനി ഇതിൽ നിന്ന് കയറാൻ സാധിക്കൂ എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കുക. കുടുംബത്തോടൊപ്പം സന്തോഷ നിമിഷം ചിലവഴിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. പ്രണയിക്കുന്നവർക്കും അതേപോലെ തന്നെ നാളത്തെ ദിവസം വളരെയധികം സന്തോഷകരമായിരിക്കും. നാളത്തെ ദിവസം പാവപ്പെട്ട അല്ലെങ്കിൽ നിർധനരായ ആളുകൾക്ക് വസ്ത്രമൊക്കെ ദാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു പുണ്യപ്രവൃത്തിയായിരിക്കും. ഓണമൊക്കെ വരികയാണ്, അവരുടെ കയ്യിൽ അവർക്ക് ഒന്നും പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട് പാങ്ങുണ്ടാവുകയില്ല. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളുടെ കൈകൊണ്ട് ഒരാൾക്കെങ്കിലും പുതുവസ്ത്രം ദാനം ചെയ്യാനായി സാധിച്ചാൽ അത് വളരെയധികം ഭാഗ്യവും നേട്ടവും. നിങ്ങൾ എത്ര രൂപയുടെയാണോ കൊടുക്കുന്നതെന്നല്ല, അതിന് ഇരട്ടിയായിട്ട് ഭഗവാൻ ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ 18 നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ഫലവും ചെയ്യേണ്ട ചെറിയ പരിഹാരങ്ങളുമാണ് ഇവിടെ സൂചിപ്പിച്ചത്.